ഒരു നാട്ടിലെ യുവാക്കൾ സംഘടിപ്പിച്ച കാർണിവൽ ആഘോഷം ചില തൽപര കക്ഷികളുടെ ഇടപെടൽ മൂലം അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ് പിന്നീട് പ്രചരിപ്പിച്ചത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇവിടുത്തെ സംഘാടകരായ ബിസാർ ക്ലബിൻ്റെ സെക്രട്ടറിയും അതുമായി ബന്ധപ്പെട്ടുള്ള ഭാരവാഹികളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതായത് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പറയുന്നത്. നിങ്ങളുടെ ഈ ഗ്രൗണ്ട്, മുനിസിപ്പാലിറ്റി ഗ്രൗണ്ട് നിങ്ങൾ കയ്യേറി ശ്രമിച്ചാണ് ചെയ്യുന്നതൊക്കെ പറയണം. അപ്പോൾ അതിലെന്താ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ശരിക്കും നമ്മളന്നൊരു വാർത്ത കൊടുത്താണല്ലോ ഉദ്ഘാടനം തന്നെ. ഇതിൻ്റെ യഥാർത്ഥം എന്താണ് ഒന്ന് ജനങ്ങളിലേക്ക് ഒന്ന് കറക്റ്റ് പറയാം. ഇത് നമ്മ ആദ്യം തന്നെ ഈ ചാനലിൽ കൂടെയാണ് നമ്മ ഇതുപോലെ ഒരു പ്രോഗ്രാം, ഒരു ചെറിയൊരു കാരണങ്ങളിൽ നമ്മ ആൾക്കാരെ അറിയിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മ ഇതുവരെയായിട്ടും ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് അതിനു മുമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഈ എല്ലാ റൈഡിൻ്റെയും എല്ലാം ഉറപ്പാക്കിയിട്ട് നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ്, അതാണ് അതിന്റെ ശരിയായിട്ടുള്ള നിയമം. അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. നമ്മളെല്ലാം ഫിറ്റ് ചെയ്യണം, അതിനുശേഷം നമ്മൾ ഇതിനുള്ള അനുമതിക്കുള്ള, അതെ, അതിനാണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി അത് കിട്ടിയപ്പോൾ നമുക്ക് 23-ാം തീയതിയാണ് ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. നമ്മ 23-ാം തീയതി രാത്രി ഞങ്ങൾക്ക് അവരയച്ചു തരുന്നു. 24-ാം തീയതി രാവിലെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി അപേക്ഷ കൊടുക്കുന്നു. ഇതാണ് നടന്നിട്ടുള്ളൂ. 25-ാം തീയതി രാവിലെ മുനിസിപ്പാലിറ്റി, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ ഇവിടെ നിന്നൊക്കെ മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് മമ്മ ഒട്ടിച്ച് ഇല്ല, നേരെ വന്നു. ഞങ്ങൾ ഇവിടെ ഉണ്ടായി. ആ സമയത്ത് അവർ വരുമ്പോൾ ഉണ്ടായി സ്റ്റോപ്പ് മമ്മ ഒട്ടിച്ച്. അപ്പം നമ്മ ഈ സാധനം വർക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പേപ്പറെല്ലാം കൊടുത്തിട്ടുള്ളൂ. ഇത് നമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ടറിലൊക്കെ വന്നേക്കുന്നത് നമ്മ ഇവിടെ കാർണിവൽ നടത്തി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പ്രവർത്തിച്ച് മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മ തന്നു പറഞ്ഞത്. ശരിക്കും പ്രവർത്തിക്കാതെയാണ് സ്റ്റോപ്പ് മെമ്മ തന്നത്. ഞങ്ങൾ ഫിറ്റ്നസിന് വേണ്ടിയാണ് ഈ പരിപാടി, ഫിറ്റ്നസിന് വേണ്ടിയാണ് സെറ്റ് ചെയ്തത്. നമ്മ ഇത് ഇതുവരെയായിട്ടും ഈ നിമിഷം വരെയും ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ജനറേറ്റർ ഓടിയിട്ട് പോലും ഇല്ല. നമ്മുടെ ഒരു പരിചയക്കാരാണ് അവർ. ഈ തമിഴ്നാട്ടിൽ നിന്നും പല സ്റ്റേറ്റിൽ നിന്നാണ് ഈ ഒരേ റൈഡും വന്നത്. അപ്പൊ ഇതിന്റെ വർക്കേഴ്സ് ഇവിടെ ഉണ്ട് ഓൾറെഡി, ഉണ്ട്, കൂടെ ഉണ്ട്. അപ്പൊ അവര് ഇവിടെ തന്നെ ടെന്റ് അടച്ചാണ് താമസിക്കണത്. അപ്പൊ ഇതിനെല്ലാം ഗ്രൗണ്ടിന്റെ അനുമതി എല്ലാം കിട്ടാൻ വേണ്ടി നമ്മ പേപ്പർ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ വെച്ചാലേ നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മ ആദ്യമായിട്ട് നടത്തുന്നതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ വീഴ്ചകളുണ്ട്, ഇല്ലാന്ന് പറയല്ല, ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഈ പ്രാവശ്യം മനസ്സിലായി. പക്ഷെ ഈ ചാനലിൽ തന്നെ റിപ്പോർട്ടും കാര്യങ്ങളും, അത് നമ്മളെ ഈ ക്ലബ് എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരാ. ഒരു ആയിരക്കണക്കിന് വന്ന പിള്ളേരും വലിയവരും പ്രായവരും എല്ലാവരും ചേർന്നൊരു വലിയ ക്ലബ്ബാണ് ഇത്. ഇവിടുത്തെ ഏത് ജനങ്ങളുടെ അടുത്തും ചോദിച്ചാലും അറിയാം, ഇവിടെ ഒരു സാധനവും വർക്ക് ചെയ്തിട്ടില്ല, ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ഈ ക്ലബിനെ കുറിച്ച് ചോദിച്ചാലും എല്ലാവർക്കും അറിയാം. ഇപ്പം എനിക്ക് തോന്നുന്ന ഇവർ ഞങ്ങൾക്ക് എത്ര മോശമായി വാർത്തയേക്കാളും ഇവിടുത്തെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ചാനൽസിൻ്റെ അടുത്തും ഈ ന്യൂസ് പേപ്പറിൻ്റെ അടുത്തും ഞങ്ങൾക്ക് എന്താ വിരോധമൊന്നുമില്ല. പക്ഷേ ഈ സ്ഥലത്ത് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക, അതൊരു മര്യാദയാണ്. പരിപാടികളൊക്കെ മുടങ്ങി. കാരണം ഒരുപാട് സങ്കടമുണ്ട്. നമുക്കല്ല ഏറ്റവും കൂടുതൽ സങ്കടം ഇവിടെയുള്ള നാട്ടുകാർക്കാണ്. സുരക്ഷയെ കുറിച്ച് വളരെയധികം അഭിപ്രായം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് സംഭവിച്ചത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഞങ്ങളെല്ലാം വളരെ സുരക്ഷയിൽ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം അവിടെ ഉണ്ടായിട്ട് എന്ത് സുരക്ഷയാണ് അവർക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ചോദിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഒരു അവഗണന ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ നമ്മുടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി പാവം കുരന്തേ നിവാസികളോട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണ്. നമ്മളെല്ലാവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ആരും എങ്ങും പോവാണ്ട്, വേറെ എവിടെയും പോയി ഒന്നിനും ഇതാവാണ്ട്, മദ്യത്തിന് ഇതിനൊന്നും പോയി വേറെ എവിടെയെങ്കിലും പോയി ആർക്കും ഒരു പ്രശ്നമില്ലാണ്ട് നടക്കാനും, നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടി നമ്മൾ തന്നെ ഇവിടെ കൂടാനും വേണ്ടി നമ്മൾ ഒരു കൂട്ടായ്മയോടുകൂടി ചെയ്തതാണ്. ബിസാർ കൂട്ടായ്മ എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്തത്. ക്ലബിൻ്റെ പേരിലാണെങ്കിലും കൂട്ടായ്മയാണ്. അതിലാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം ഉണ്ട്. ലേഡീസ് ആയാലും അമ്മമാരായാലും പെങ്ങന്മാരായാലും ചെറിയ കുട്ടികൾ വരെ അവരിപ്പോൾ നമ്മുടെ അടുത്തൊന്ന് ചോദിക്കണം ഒരു ദിവസമെങ്കിലും നമുക്ക് ഒന്ന് നടത്തിയാൽ മതിയായിരുന്നു. എല്ലാവരും അത്ര പ്രതീക്ഷയിലായിരുന്നു. ഇവർ പറഞ്ഞ എല്ലാ ഇതും നിയമവ്യവസ്ഥിതികളെല്ലാം നമ്മൾ ചെയ്തിട്ട് എല്ലാ പേപ്പറും റെഡിയാക്കിയിട്ട് ഇതിലും വിപുലമായിട്ട് നമ്മുടെ ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം, അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇതുപോലത്തെ ഒരു പ്രോഗ്രാം നമ്മൾ ഇതിലും ഗംഭീരമായിട്ട് നടത്തും എന്നാണ് നമ്മുടെ ക്ലബ്ബും ഈ ക്ലബിൻ്റെ കൂട്ടായ്മയും നാട്ടുകാരും തീരുമാനിച്ചേക്കണത്.
ഞങ്ങളുടെ പരിപാടി നിർത്തി വന്നാണ്. ഇവിടെ ആഘോഷിക്കാൻ നിർത്തി വന്നാണ്. അത് തന്നെ ഓർത്ത് വന്നാണ്. പക്ഷേ ഇവിടെ ഇപ്പൊ ഒന്നുമില്ല, ആള് കിടന്നിടത്ത് കൂടില്ലാത്ത അവസ്ഥയായി. ഞങ്ങൾ കുറേ പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനെ നടക്കൂന്ന്. പക്ഷേ എന്താ നടന്നതെന്ന് അറിയില്ല. നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്താണ് ഇവരെ ആൾക്കാർ. നമുക്കൊന്നും നടന്നില്ല, എന്താണെന്ന് അറിയില്ല. ഞാൻ കുറച്ച് അപ്പുറത്ത് താമസിക്കുന്നതാണ്. ഞാൻ ഈ പരിപാടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കൊച്ചി പോകാണ്ടും ഇവിടെ നിന്നത്. ഇവിടെ കൂനന്തൈ കാർണിവൽ നടക്കുന്നൊരു ഉറപ്പിലാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. ഒന്നും ഉണ്ടായില്ല, എന്താ പറ്റിയെന്ന് അറിയാനും പാടില്ല. പാർക്കിലേക്ക് നോക്കുന്ന പരിപാടികളൊന്നും ഇല്ല ഇവിടെ. പരിപാടിയെല്ലാം ക്യാൻസലാക്കി. കാരണം ഇവർ പിള്ളേരെല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റി പോലീസൊക്കെ അത് വേണ്ടാന്ന് വെച്ച്. ന്യൂ ഇയർ ഇതാണ് ആഘോഷിക്കാന്ന് ഓർത്തിരിക്കായിരുന്നു. അതെ, പപ്പാഞ്ഞിനെ മുന്നിൽ തന്നെയുള്ള. അതെ, പപ്പാഞ്ഞിനെ വർഷങ്ങളായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അതും ഇപ്പോൾ ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എല്ലാ വർഷവും കാണാറുണ്ട്? എല്ലാ വർഷവും കാണാറുണ്ട്. ഭയങ്കര സങ്കടമായി പോയി. അതെ, വല്ലാത്ത വിഷമായി പോയി. എല്ലാ വർഷവും പപ്പാനിനെ കത്തിക്കാറുണ്ടായിരുന്നു. അതായത് ഇത്തവണത്തെ മാത്രമാണ് സ്റ്റേ ആക്കി വെച്ചേക്കുന്നത്. അപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതാണല്ലേ കൂനന്തൈ ഗ്രൗണ്ടില്? ഞങ്ങളെല്ലാവരും എല്ലാ വർഷവും ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞങ്ങൾ വലിയൊരു കാർണിവൽ പോലെ നടത്താമെന്നൊക്കെ വിചാരിച്ച്, അപ്പോഴാണ് ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ വന്നത്. നമ്മൾ അടക്കം മക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ അത് ആരാണെന്നറിയില്ല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. പക്ഷെ ഭയങ്കര മോശമായിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾ അത്ര ആഗ്രഹിച്ച് എല്ലാവരും, നമ്മുടെ ഈ കൂനന്തയിലുള്ള എല്ലാവരും അത്രയും, ഓരോ ആൾക്കാർ വന്ന് ഞങ്ങളോട് ചോദിക്കും എന്താണ് ഇവിടുത്തെ പരിപാടി, എന്താ ആകൂലേ, നാളെ ആകുമോ. ഞങ്ങളപ്പോൾ ഓരോ ദിവസം നീട്ടി പറയും. പക്ഷെ ഞങ്ങളത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ ഇത്രയും ദിവസം നിന്ന്. ഒരുപാട് ആഗ്രഹിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കാർണിവലായിട്ട് നടത്താൻ വീട്ടുകാരൊക്കെ വന്നതാണ്. പക്ഷെ ഭയങ്കര നാണക്കേടായിപ്പോയി. രാഷ്ട്രീയം ഏതായാലും മനുഷ്യൻ ഒന്നായാൽ മതി. ഈ പുതുവത്സരത്തിൽ ഓർത്തിരിക്കേണ്ടത് നല്ലതാണ്.